എന്തായാലും ആറന്മുളയിൽ ഒരു ത്രികോണ പോരാട്ടം കാണാം. അവിടെ കുമ്മനം രാജശേഖരൻ മത്സരിക്കാൻ ഇറങ്ങുകയാണ്. അബിൻ വർക്കി എന്തായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തുന്നു. ആ സമയത്ത് വീണ ജോർജിനെ നേരിടാൻ കുമ്മനത്തെ ഇറക്കുകയാണ് ആറന്മുളയിൽ BJP. തീർച്ചയായും രണ്ടാം ഘട്ട BJP പട്ടിക കൂടെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. 39 പേരുടെ പട്ടികയാണ്. നേരത്തെ 47 പേരുടെ പട്ടിക, അതിനുശേഷം ഇപ്പോൾ 39 പേരുടെ പട്ടിക. ഇങ്ങനെയാണ് BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനം CC മുകുന്ദന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. CC മുകുന്ദൻ സ്ഥാനാർത്ഥിയാകുന്നു. മാത്രമല്ല ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയാകുന്നു. നേരത്തെ ആറന്മുളയിൽ കുമ്മനത്തിനെയാണ് പരിഗണിച്ചിരുന്നത്. പക്ഷേ ഒന്നാം ഘട്ട പട്ടികയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്ന കുമ്മനം ആ സമയം പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. അത് ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളാണോ എന്ന തരത്തിൽ വലിയ വാർത്തകളൊക്കെ വന്നിരുന്നെങ്കിൽ കൂടി തിരുവനന്തപുരത്ത് ആന്റണി രാജുവിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാത്തതോടുകൂടി LDFിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ആര് വരും എന്നതിന് ശേഷം ഈ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാം എന്നുള്ളതാണ് BJP തീരുമാനിച്ചത്. കാരണം ഒരുപക്ഷേ 2 ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ കുമ്മനം രാജശേഖരനെ തിരുവനന്തപുരത്ത് നിർത്തുകയും അവിടെ ഒരു ഹിന്ദു പോളറൈസേഷൻ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളൊരു നീക്കം BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതായാലും അത് മാറിയിരിക്കുന്നു. ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയാകും. ഇതിലേറ്റവും പ്രധാനം തിരുവനന്തപുരം സെൻട്രലിൽ ഇപ്പോഴും BJP അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. കരമന ജയൻ, അതായത് തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനാണ് അവിടെ നിലവിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരുന്നത്. പക്ഷേ മറ്റു പാർട്ടികളിലെ പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് അവിടേക്ക് മറ്റൊരാളെ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. അതാണ് കണ്ണൂരിൽ C രഘുനാഥിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആദ്യഘട്ട പട്ടികയിൽ നേരത്തെ. അതുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ആ പട്ടികയിലും മാറ്റം വരാനുള്ള ഒരു സാധ്യതയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും കണ്ണൂരിൽ K സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്നും ഒരു അട്ടിമറി നീക്കം ഉണ്ടായാൽ, ഒരു വിമത സ്വരമുയർത്തി അദ്ദേഹം അവിടെ പാർട്ടിക്ക് സ്വതന്ത്രനായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മത്സരിച്ചാൽ BJPയുടെ പിന്തുണ സ്വാഭാവികമായും K സുധാകരനിലേക്ക് പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് BJP നീങ്ങുകയും ചെയ്യും. അതുകൊണ്ട് കണ്ണൂരിൽ ഇപ്പോൾ C രഘുനാഥിനെ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വമായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനം, അല്ലെങ്കിൽ സുധാകരന്റെ നീക്കമായിരിക്കും BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക. വേണമെങ്കിൽ ഇനിയും മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. ഏതായാലും സംസ്ഥാന രാഷ്ട്രീയം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അങ്ങേയറ്റത്തെ കലുഷിതമായി, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ UDFിന്റെ സ്ഥാനാർത്ഥിയും നിർണയവുമായി ബന്ധപ്പെട്ട് കലങ്ങി മറിയുകയാണ്. സുധാകരൻ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നു. അത് കോൺഗ്രസിനെ മാത്രമോ അല്ലെങ്കിൽ UDFിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല.